നേരിയ സൂചനകൾ പല മണ്ഡലങ്ങളിലും പിന്നിൽ പോയ മണ്ഡലങ്ങളിൽ LDF തിരിച്ചു വരുന്നു. മൂന്നാം റൗണ്ടും നാലാം നില മെച്ചപ്പെടുത്തുകയാണ്. 41ലേക്ക് താന്ന ഇടത്ത് നിന്ന് 45ലേക്ക് ഒരു തിരിച്ചു വരവ് LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. 95-ൽ നിന്ന് 91ലേക്ക് UDF താഴോട്ടും പോയിരിക്കുന്നു. കൊല്ലത്ത് ഇടതുകോട്ടയായ ഇരവിപുരത്ത് പോലും നൌഷാദിന് ഇപ്പോൾ പിന്നിൽ പോകേണ്ടി വരുന്നു. 933 വോട്ട്. പശ്ചിമ ബംഗാളിൽ കേരളത്തിൽ നിന്ന് നമ്മൾ ഒന്ന് പശ്ചിമ ബംഗാളിലേക്ക് മുന്നിൽ പറവൂരിൽ VD സതീശൻ 932 വോട്ടിന് 3 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ 932 വോട്ടിന് മുന്നിൽ 200 വോട്ടിന് പിന്നിൽ പോയിട്ട് 900 വോട്ടിന് മുന്നിൽ വന്നിരിക്കുന്നു പറവൂരിൽ VD സതീശൻ. ലീഡർ അവിടെ പതുക്കെയാണ് EVM പതുക്കെയാണ് തുടങ്ങിയത്. BJP പശ്ചിമ ബംഗാൾ പിടിക്കുകയാണ്. BJP 167 സീറ്റിൽ പശ്ചിമ ബംഗാളിൽ മുന്നിട്ട് നിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് 99 സീറ്റിൽ മാത്രം. അസമിലും BJP മുന്നിലാണ്. 91 സീറ്റിൽ അസമിൽ പുതുച്ചേരി, അസം, വെസ്റ്റ് ബംഗാൾ എല്ലായിടത്തും BJP തരംഗം. BJP തരംഗമാണ്. കേരളത്തിൽ പോലും 4 BJP മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച. മാത്യു കുൽനാടൻ 10,000 കടന്നു. മാത്യു കുൽനാടന്റെ ലീഡ് 12,431. തമിഴ്നാട്ടിൽ നോക്കൂ അരുൺ സാർ. TVK 90, DMK 66, ADMK 50. തമിഴ്നാട്ടിൽ ഭരിക്കാൻ പോകുന്നു. ഇളയ ദളപതിയുടെ ആട്ടമാണ് നമ്മൾ കാണുന്നത്. നോക്കൂ എത്രയാണ് 97 ഇടത്ത് TVK. ചേർത്തല തിരിച്ചു പിടിച്ചു. പി പ്രസാദ് 636 വോട്ടുകൾക്ക് ചേർത്തലയിൽ പി പ്രസാദ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. പക്ഷേ കായംകുളത്ത് രണ്ടാം റൗണ്ടിലും M ലിജുവിനാണ് ലീഡ്. വേങ്ങരയിൽ UDF ലീഡ്. തൊണ്ണൂറിൽ നിന്ന് താഴുന്നു. 89ലേക്ക് UDF, 47ലേക്ക് LDF. പത്രാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2500 വോട്ടുകളുടെ ലീഡ്. ജ്യോതി തെളിയിക്കുന്നു. ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് കാലിടറുകയാണ്. പറവൂരിൽ VD സതീശൻ മുന്നിലാണ്. 1000-ൽ താഴെ വോട്ടുകൾക്ക് M ലിജു 1327 വോട്ടുകൾക്ക്. PK കുഞ്ഞാലിക്കുട്ടി 10,000ലേക്ക് ലീഡ് ഉയർത്തുന്നു. 9,652. 2000-ൽ പരം വോട്ടുകൾക്കാണ്. 2500 നാദാപുരത്ത് അഭിജിത്ത് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് അഭിജിത്തിന്റെ തിരിച്ചുവരവ്. UDFന്റെ ലീഡ് 3107. ദീപക് ജോയ് ദീപക് ജോയ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ LDF 915 ലീഡ്. തിരിച്ചുപിടിക്കുന്നു. ഷാജി 88-48. കൊല്ലത്ത് ബിന്ദു ജിയാൻ അനിൽ ലീഡ് കൊടുക്കുന്നു. 1351 വോട്ടായി GR അനിൽ. അത്രയും പോരാ എങ്കിൽ പോലും തിരിച്ചുവരവിന്റെ ചില സൂചനകൾ LDF കാണിക്കുന്നു. 41ലേക്ക് തമിഴ്നാട്ടിൽ DMK അടിപതറയാണ് കേട്ടോ. എല്ലാം പൊളിയാണ്. 66 സീറ്റിലേക്ക് താണു. നോക്കൂ, അസമിൽ ഒഴിച്ച് ബാക്കി ഒരിടത്തും ഭരണ തുടർച്ചയുണ്ടാവുന്നില്ല. ഇവിടെ എവിടെയൊക്കെ തകരുന്നു? തമിഴ്നാട്ടിൽ DMK തകരുന്നു. അവിടെ ഇളയ ദളപതി വിജയിയുടെ വലിയ തേരോട്ടം. വെസ്റ്റ് ബംഗാളിൽ മോദിയുടെ തേരോട്ടം, ദീദിയുടെ പതനം. കേരളത്തിൽ പിണറായിയുടെ പതനം, ഒപ്പം UDFന്റെ വിജയം. 3 ഇടങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിക്കുന്നു. ആകെ അസമിൽ മാത്രം ഭരണ തുടർച്ച നിലനിർത്തുന്നു. പുതുച്ചേരിയിലും അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടങ്ങളിലും ഭരിക്കുന്നവർക്ക് കാലിടറുന്നു. അവിടെ തമിഴ്നാട്ടിൽ DMKയുടെ സ്റ്റാലിന്റെ വീഴ്ച ഞെട്ടിക്കുന്ന വീഴ്ചയാണ്. എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വിജയിയുടെ ഇതാദ്യമായി ചാണ്ടി ഉമ്മന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. 10,590 എന്നാണ്. സൈക്കിൾ തിരിച്ചു പിടിച്ചു. മാവേലിക്കരയിൽ ലീഡ് തിരിച്ചു പിടിച്ച MS അരുൺകുമാർ 84 വോട്ട് എന്നതാണ്. 84 വോട്ടേ ഉള്ളൂ. വളരെ ചെറുതാണ്. അരുൺകുമാർ എന്നൊരു MLAക്ക് കൊടുത്തിരിക്കുന്ന വോട്ടല്ല. പക്ഷേ അരുൺകുമാർ മാവേലിക്കരയിൽ വോട്ട് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 84 വോട്ടിന്റെ ലീഡ്. തരൂരിൽ 4ാമത്തെ റൗണ്ടിലും LDF തന്നെയാണ്. 3545 വോട്ടുകൾക്ക്. പാലായിൽ 720 വോട്ടുകൾക്ക് UDF. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ BJP. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 1826 വോട്ടിൽ ലീഡ്. വള്ളിക്കുന്നിൽ TV എബ്രാഹിം 7000. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. 2523 വോട്ടിന് ധർമ്മടത്ത് പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. രണ്ടാം റൗണ്ടിൽ മുഖ്യമന്ത്രി കൂടുതൽ താഴേക്ക് എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാണ്. 9,000 ഇതുവരെ കിട്ടിയ വോട്ട്
9,538 വോട്ടാണ് ഇതുവരെ പിണറായി വിജയന് കിട്ടിയത്. 2,523 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ്. ഈ VP അബ്ദുൾ റഷീദിനെ എന്ത് വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ധർമ്മടത്ത് പോയി പിണറായി വിജയനെ 2,500 വോട്ടിന് പിന്നിലാക്കാൻ കഴിയുന്ന എന്ത് അത്ഭുതമാണ്. അതായത് VP അബ്ദുൾ റഷീദ് കൊട്ടാരക്കരയിൽ KN ബാല പോലെ 693 വോട്ട് ലീഡ് ചെയ്യുന്നു. അബ്ദുൾ റഷീദ് 12,061 വോട്ട് പിടിക്കുമ്പോൾ പിണറായി വിജയന് 9,538 വോട്ടേ പിടിക്കാനായുള്ളൂ. അനൂപ് ആന്റണി 50 വോട്ടുകൾക്ക് മുന്നിൽ എന്ന് വെച്ചാൽ തിരുവല്ല, നേമം, കോഴിക്കോട് സൗത്ത്, പാലക്കാട് 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞത് പിണറായി വിജയൻ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ പിന്നിൽ പോകുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. 2,500 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചു വരുന്നു. പിന്നിൽ പോയത് LDFന്റെ ശക്തി കേന്ദ്രത്തിലെ വോട്ടെണ്ണൽ. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ തിരിച്ചു വരുന്നില്ല. 2,500 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ് ഇപ്പോഴും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. അബിൻ വർക്കിയുടെ പ്രവചനം ശരിയായിരിക്കുന്നു ധർമ്മടത്തിന്റെ കാര്യത്തിൽ. അബിൻ വർക്കിയുടെ കാര്യത്തിൽ അബിൻ വർക്കിക്കും സന്തോഷിക്കാം. ഒരു ഘട്ടത്തിൽ പോലും പിന്നാക്കം പോയിട്ടില്ല എന്നുള്ളതാണ്. അബിൻ വർക്കിയുടെ ലീഡും 2,000 വോട്ടുകളുടെ സമയത്ത് മാത്രമാണ് പിന്നെ തുടർച്ചയായി മുന്നിലാണ്. ഓക്കെ, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 693 വോട്ട്. കാഞ്ഞിരപ്പള്ളിയിൽ പുറകിലാണ് UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 1245. ജയരാജ് പിന്നിലാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവേശോജ്വലമായ ഒരു വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തത് എന്തിനാണ് എന്നുള്ളതിന് സൂചന. ആലപ്പുഴയിൽ UDF ലീഡ് ഉയർത്തുന്നു, PP ചിത്രരഞ്ജൻ പിന്നിലാകുന്നു എന്നുള്ളത് ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതേസമയം തന്നെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാകുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇടതു കോട്ടകളെ ഞെട്ടിച്ച്, ഇടതു നേതാക്കളെ ഞെട്ടിച്ച് UDF തേരോട്ടമാണ്. 2ാം റൗണ്ടിലും ഫാത്തിമ തഹ്ലിയ തന്നെ. ഫാത്തിമ തഹ്ലിയ 3,682 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? LDF കൺവീനറെ പിന്നിലാക്കിക്കൊണ്ട് ഫാത്തിമ തഹ്ലിയുടെ കുതിപ്പാണ് കാണുന്നത്. ഫാത്തിമ തഹ്ലിയുടെ ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കുതിപ്പാണ് ആദ്യത്തെ 2 പ്രവചിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു പക്ഷേ സെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇരവിപുരത്ത് UDF ലീഡ് ചെയ്യുന്നു. കോന്നിയിലും ഇടതിന് കാലിടറുമോ? കോന്നിയിൽ ആദ്യം ലീഡ് ചെയ്ത ജനീഷ് കുമാർ 144 വോട്ടുകൾക്ക് പിന്നിലാണ്. കോന്നിയിൽ ആദ്യം ലീഡ് ചെയ്ത ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ 144 വോട്ടുകൾക്ക് കോന്നിയിൽ പിന്നിലാണ്. പന്തലിൽ ആഘോഷം നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ DMK ഓഫീസിൽ നിന്ന് പന്തൽ പൊളിച്ചു മാറ്റുന്ന DMK ഓഫീസിൽ നിന്ന് പന്തൽ പൊളിക്കുന്നു. KPCC ആസ്ഥാനത്തെ പന്തലിലേക്ക് വിജയ് TVK അണികളോട് നേതാക്കളുടെ ആസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനുശേഷം റിസോർട്ടിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ UDFന്റെ ആ ആഹ്ലാദഗാനം ഒരിക്കൽ കൂടി ഇടാം.